ബോബി ചെമ്മണ്ണൂരിനെതിരെ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി. കോടതിയോട് നാടകം കളിക്കരുതെന്ന് ബോബിയോട് ഹൈക്കോടതി. ബോബി നിരുപാധികം മാപ്പ് പറയണം, പുറത്തിറങ്ങിയാൽ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടാൻ അറിയാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, കോടതി സ്വമേധയാ ഈ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. രാവിലെ ഈ കേസ് പരിഗണിക്കുമ്പോൾ 12 മണിക്ക് വിശദീകരണം നൽകണമെന്ന് പറഞ്ഞു. വീണ്ടും 12 മണിക്ക് കോടതി ഈ വിഷയം പരിഗണിച്ചപ്പോൾ അതിരൂക്ഷമായ വിമർശനമാണ് ഉണ്ടായത്. പുറത്തിറങ്ങി വരുന്ന ബോബിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ വരെ കഴിയും എന്ന് കോടതി വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ എന്താണ് കോടതി ഇപ്പോൾ 1:45 കേസ് പരിഗണിക്കുമ്പോൾ എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? കേസ് ഇപ്പോൾ വീണ്ടും കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതികരണം എന്നാണ് ഈ കേസ് പരിഗണനയ്ക്ക് വീണ്ടും എടുത്തതിന് ശേഷം ആദ്യം കോടതി ആരാഞ്ഞത്. അപ്പോൾ മാധ്യമപ്പുറ വന്ന് ചുറ്റിയപ്പോൾ സംഭവിച്ചു പോയതെന്ന ഒരു മറുപടിയാണ് ബോബി ചെമ്മണ്ണൂർ നൽകിയത്. മാത്രമല്ല ഇന്നലെ റിലീസിംഗ് ഉത്തരവ് അഭിഭാഷകന് മാത്രമേ ലഭിച്ചുള്ളൂ. താൻ ഏതെങ്കിലും കാരണവശാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിർബന്ധ ബുദ്ധിയാൽ ജയിലിൽ നിന്ന് ഇറങ്ങാതിരുന്നത് അല്ല എന്ന് വിശദീകരിച്ചുകൊണ്ടുള്ള മറുപടികളാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ നൽകുന്നത്. കാര്യങ്ങൾ കൈവിട്ടു പോയെന്നും കോടതി ശക്തമായി ഇടപെടുന്നു എന്നുള്ള ഒരു ഘട്ടത്തിലാണ് നിരുപാധികം മാപ്പ് എന്ന നിലയിലേക്ക് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ എത്തിയിരിക്കുന്നത്. താൻ അത്തരത്തിൽ മാപ്പ് പറയാൻ തയ്യാറാണ്. പട വന്ന് ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ മാധ്യമപ്പട വന്ന് വിവരങ്ങൾ ആരാഞ്ഞപ്പോൾ സംഭവിച്ചു പോയ ചില അബദ്ധങ്ങളാണ് എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും പറയുന്നത്. ആ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ടും കോടതിയോട് ക്ഷമാപണം നടത്തിക്കൊണ്ടുമാണ് ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ മുന്നോട്ട് പോയിരിക്കുന്നത്. കോടതിയിൽ ജയിലിൽ നിന്ന് ഇറങ്ങാൻ വൈകിയത് റിലീസിംഗ് ഓർഡർ വൈകിയത് കൊണ്ടാണ് എന്ന കാര്യമാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. റിലീസിംഗ് ഉത്തരവ് അഭിഭാഷകന് ലഭിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. മെട്രോയുടെ പണി നടക്കുന്നതിനാൽ ഇന്നലെ ട്രാഫിക് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഉത്തരവിന്റെ പകർപ്പ് എറണാകുളം ജില്ലാ കോടതിയിൽ എത്തിക്കുന്നതിന് കാലതാമസം ഉണ്ടായി. അതുകൊണ്ടാണ് താൻ ജയിലിൽ നിന്ന് ഇറങ്ങാതിരുന്നത്. അല്ലാതെ കൂടെയുള്ള മറ്റു തടവുകാർക്ക് വേണ്ടി വാദിച്ചിട്ടോ മറ്റു തടവുകാർ സമാനമായി തന്നെ നിശ്ചിത തുക. ജിജീഷ്, ഇവിടെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ജിജീഷ് അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ ഈ വിഷയം ചോദിച്ചപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതികരണം എന്തായിരുന്നു എന്ന് നമുക്കറിയാം. അവിടെ 10,000 രൂപയും 15,000 രൂപയും അടയ്ക്കാൻ ശേഷിയില്ലാതെ ജാമ്യം ലഭിക്കാതെ 26ഓളം തടവുകാർ അവിടെയുണ്ട്. അവരുടെ മോചനത്തിനായി ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നാണ് ഇന്നലെ അവിടെ നിന്ന് ആലോചിച്ചത്. പക്ഷേ ഇപ്പോൾ കോടതി വളരെ കൃത്യമായി കുടഞ്ഞ് ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ആ നിലപാടെല്ലാം വിഴുങ്ങുകയാണ് ബോബി ചെമ്മണ്ണൂർ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും അവിടെ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു വലിയ മലക്കം മറിച്ചിൽ ഇക്കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും, കാണാൻ കഴിയും. കാരണം ഇന്നലെ ബോബി ചെമ്മണ്ണൂർ ജയിലിലെ ഫോണിൽ നിന്ന് വിളിച്ച് അഭിഭാഷകരോട് പറഞ്ഞത് താൻ ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നു, താൻ ഇനി ജയിലിന് പുറത്തേക്കില്ല, ഇതാണ് തന്റെ നിലപാട് എന്ന് വ്യക്തമാക്കിയ ബോബി ചെമ്മണ്ണൂർ തന്നെയാണ് ഇന്ന് കോടതിക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന സമയം 10 മണിയോട് അടുപ്പിച്ച സമയം കോടതി ഈ കേസ് 10:15 പരിഗണിക്കുന്നതിന് മുമ്പായി ജയിലിൽ നിന്ന് പുറത്തേക്കുള്ള ഓട്ടത്തിനിടയിൽ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 5,000-ഉം 10,000 രൂപയും എല്ലാം തന്നെ ഇത്തരത്തിൽ ജാമ്യത്തുകയായി കെട്ടിവെക്കാൻ നിർദ്ദേശിക്കുകയും ആ തുക പോലും കെട്ടിവെക്കാൻ ഇല്ലാതെ ഇപ്പോഴും ജയിലിൽ തുടരുന്ന നിരവധി ആളുകളുണ്ട്. ടോട്ടലിൽ പൈസ കൊടുക്കാത്തത് കൊണ്ട് അത്തരം ചില കേസുകളിൽ അതായത് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് കേസുകളെ പറഞ്ഞ് അത്തരത്തിലുള്ള കേസുകൾ പോലും ഉണ്ട്. അതിനെല്ലാം പിടിക്കപ്പെട്ടവർ പോലും ഇത്തരത്തിൽ 26 പേരിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് അവർക്ക് വേണ്ടിയായിരുന്നു തന്റെ നീക്കമെന്നാണ്. ഇന്നലെയും ബോബി ചെമ്മണ്ണൂർ അത് കുറച്ചുകൂടെ ശക്തമായി വ്യക്തമാക്കിയതും അതുതന്നെയായിരുന്നു. അവർക്ക് വേണ്ടി താൻ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറല്ല, അവരുടെ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് തന്റെ നീക്കം എന്നെല്ലാം പറഞ്ഞിരുന്നു. അവിടെയാണ് ഈ ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ കൃത്യമായി തന്നെ തിരിച്ച് മറിച്ചു കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. കോടതിയെ താൻ ബഹുമാനിക്കുന്നു, കോടതിയോട് ആദരവുണ്ട്, കോടതിയോട് കളിക്കാൻ താൻ ആളല്ല എന്നെല്ലാമുള്ള പ്രതികരണങ്ങൾ അല്പസമയം മുമ്പ് ബോബി ചെമ്മണ്ണൂർ, അതായത് ഈ കേസ് പരിഗണിക്കുന്നതിന് 5 മിനിറ്റുകൾക്ക് മുമ്പ് ബോബി ചെമ്മണ്ണൂർ നൽകുകയും ചെയ്തു. അതായത് രാവിലെ പറഞ്ഞതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ജയിലിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങളാണ് കോടതി ഈ കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് 1:40 കൂടി തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ച സമയത്ത് ബോബി ചെമ്മണ്ണൂർ ഇന്നും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ കോടതി ഇക്കാര്യത്തിൽ ശക്തമായി തന്നെയുള്ള നിലപാടുകൾ ആവർത്തിക്കുന്നു.
ശക്തമായ താക്കീതിലേക്ക് തന്നെ കോടതി പോവുകയും ചെയ്യുന്നു. കോടതിയെ അപമാനിക്കുന്നതാണ് ബോബി ചെമ്മണ്ണൂരിന്റെ നടപടി എന്നാണ് ഹൈക്കോടതി ഈ കേസ് ഇപ്പോൾ പരിഗണിച്ചുകൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. നീതിന്യായ വ്യവസ്ഥയോട് ബോബി ചെമ്മണ്ണൂർ യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു എന്ന് ഹൈക്കോടതി പറയുന്നു. നേരത്തെയും ഈ വാദത്തിനിടയിൽ ഈ കേസ് പരിഗണിക്കുന്നതിനിടയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ സമാനമായി തന്നെ കോടതി ജിജീഷ്, ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത ബോബി ചെമ്മണ്ണൂരിന്റെ നിരുപാധിക മാപ്പപേക്ഷ ഹൈക്കോടതി സ്വീകരിച്ചു, തുടർ നടപടികൾ അവസാനിപ്പിച്ചു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ജാമ്യം റദ്ദാകില്ല, അത്തരത്തിലൊരു നടപടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇനി ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാകുന്നത്. ജിജീഷ്, ശക്തം, അതായത് തങ്ങൾ ഇക്കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കില്ല എന്നത് തന്നെ ഒരു പാഠമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ സംസാരിക്കുന്ന ആളുകൾക്ക് കോടതിയെയും നീതിന്യായ വ്യവസ്ഥയെയും എല്ലാം തന്നെ പുല്ലുവില കൽപ്പിക്കുന്നവർക്കൊരു മറുപടി എന്ന നിലയിൽ ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിച്ചുകൊണ്ടും അവർക്ക് ശക്തമായ താക്കീത് നൽകുക എന്നത് മാത്രമായിരുന്നു കോടതിയുടെ ലക്ഷ്യം. അക്കാര്യത്തിൽ ബോബി ചെമ്മണ്ണൂർ നിരുപാധിക മാപ്പ് പറഞ്ഞിരിക്കുന്നു. തനിക്ക് തെറ്റ് പറ്റിയെന്ന് വ്യക്തമാക്കുന്നു. കോടതിയോട് നിരുപാധിക മാപ്പ് പറയുന്നു. തന്റെ ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, കോടതിയോട് കളിക്കേണ്ട ഒരാളല്ല താൻ, അത്തരത്തിലുള്ള ആളല്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മറുപടികൾ നൽകിയ പശ്ചാത്തലത്തിലാണ് കോടതി ഇപ്പോൾ ഇക്കാര്യത്തിൽ മാപ്പപേക്ഷ സ്വീകരിച്ചിരിക്കുന്നത്. തുടർ നടപടികൾ കോടതി ഇതോടെ. ശരി ജിജീഷ്, ഇപ്പോൾ രേഷ്മ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രേഷ്മ, ഈ ബോബി ചെമ്മണ്ണൂർ മാപ്പ് നൽകുന്നു, ആ മാപ്പ് പറയുന്നു, ആ നിരുപാധികം ആ മാപ്പപേക്ഷ ഹൈക്കോടതി സ്വീകരിക്കുന്നു എന്നാണ് പുറത്തു വന്ന വാർത്തകൾ. പക്ഷെ നോക്കൂ, കടുത്ത നടപടി ഉണ്ടാകുമെന്ന സൂചന നൽകിക്കൊണ്ടാണ്, ഇനി ഇത് ആവർത്തിക്കരുത് എന്ന കർശന താക്കീത് നൽകിക്കൊണ്ടാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ കാര്യത്തിൽ ഈ കേസ് തീർപ്പാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. കോടതിയിൽ എന്തെല്ലാം വാദഗതികളാണ് നടന്നത്? നീലിമ, ഇന്ന് 1:45 ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ച് ഈ വിഷയം പരിഗണിച്ച സമയത്ത് ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർ ഹൈക്കോടതി അറിയിച്ചത് തനിക്ക് ഈ സംഭവിച്ച കാര്യങ്ങളിലൊക്കെ തന്നെ സങ്കടമുണ്ട് എന്നുള്ളതായിരുന്നു. അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ വന്നും ചുറ്റും നിന്നപ്പോൾ സംഭവിച്ചു പോയ ഒരു പ്രതികരണമാണ് എന്നും ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയിൽ വിശദീകരണം നൽകുകയും ചെയ്തു. പക്ഷെ ഹൈക്കോടതി ചോദിച്ചത് എന്തുകൊണ്ടാണ് ഇറങ്ങാതിരുന്നത് എന്നുള്ളതാണ്, അതിനുള്ള കാരണം എന്താണ് എന്നുള്ളത്. അത് മാത്രമല്ല, ഈ റിമാൻഡ് തടവുകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു, ഇതടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയുടെ ചെവിയിലും എത്തിയിരുന്നു. ഇതും ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തു. ഇതിന് മറുപടിയായിട്ട് ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർ പറഞ്ഞത് അതായത് ഇന്നലെ റിലീസിംഗ് ഓർഡർ അഭിഭാഷകർക്ക് ലഭിച്ചിരുന്നു, പക്ഷേ അത് ഈ പറയുന്ന ജയിലധികൃതരിലേക്ക് എത്തിക്കാനായിട്ട് ഇന്നേ സാധിച്ചുള്ളൂ. മെട്രോയുടെ പണി നടക്കുന്നതിനാൽ ഇന്നലെ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ സംഭവിച്ച കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വിഷമം ബോബി ചെമ്മണ്ണൂർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് ബോബി ചെമ്മണ്ണൂരിന് വേണ്ടിയിട്ട് ഹാജരായ അഭിഭാഷകർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിരുപാധികം മാപ്പപേക്ഷ എഴുതി നൽകാം അല്ലെങ്കിൽ രേഖാമൂലം നൽകാം എന്നുള്ള ഒരു നിലപാടും ബോബി ചെമ്മണ്ണൂർ സ്വീകരിച്ചു. പക്ഷേ ഇതിനെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ടാണ് ഈ മാപ്പപേക്ഷ ഹൈക്കോടതി സ്വീകരിക്കുക കൂടി ചെയ്തത്. അതായത് ബോബി ചെമ്മണ്ണൂർ നീതിന്യായ വ്യവസ്ഥയുടെ യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു. വെളിയിലേക്ക് വന്നത്, അതായത് ജാമ്യം ലഭിച്ച് വെളിയിലേക്ക് വന്നത്, ജയിലിൽ നിന്ന് ഇറങ്ങിയത് എന്തോ ഒളിമ്പിക്സിന് സ്വർണ്ണ മെഡൽ കിട്ടിയ ഭാവത്തിലായിരുന്നു എന്നാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ഇതിന് മറുപടിയായിട്ട് പറയുകയും ചെയ്തിട്ടുള്ളത്. അതുമാത്രവുമല്ല, ബോബി ചെമ്മണ്ണൂർ സ്വന്തം കാര്യം നോക്കൂ എന്നുള്ള ഒരു നിലപാടും ഹൈക്കോടതി അവസാനം ഈ വിഷയം പരിഗണിച്ച സമയത്ത് കൂടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള ബി രാമൻപിള്ളയെ അപമാനിക്കുന്ന തരത്തിലായിരുന്നു ഈ ജാമ്യം ലഭിച്ചിട്ടും ബോബി ചെമ്മണ്ണൂരിന്റെ നടപടിയെന്നും ഹൈക്കോടതി പറഞ്ഞു. അത് മാത്രമല്ല, അഭിഭാഷകനെ മാത്രമല്ല, ഈ നീതിന്യായ വ്യവസ്ഥയെ അപമാനിക്കുന്ന തരത്തിലാണ് ബോബി ചെമ്മണ്ണൂർ നടത്തിയ പ്രവർത്തനങ്ങളെന്നും അല്ലെങ്കിൽ പ്രവൃത്തി എന്നുമാണ് ഹൈക്കോടതി വിലയിരുത്തിയിരിക്കുന്നത്. എന്തായാലും നിരുപാധിക അൺകണ്ടീഷണൽ ആയിട്ട് മാപ്പപേക്ഷ സമർപ്പിക്കുന്നു എന്ന ബോബി ചെമ്മണ്ണൂരിന്റെ ആ ഒരു വാദം അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അത് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി തുടർ നടപടികൾ ഒഴിവാക്കിയിരിക്കുന്നത്, അത് അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഹൈക്കോടതി സ്വീകരിച്ചിട്ടുള്ള നിലപാട് ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടരുത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. കാരണം രാവിലെ മുതൽ ഈ വിഷയം ഹൈക്കോടതി ഗൗരവമായിട്ട് ആണ് കണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ 3 തവണ ഇത് പരിഗണിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ 10:15 ഈ വിഷയം പരിഗണിച്ച സമയത്ത് ഹൈക്കോടതി പറഞ്ഞത് കൃത്യമായിട്ടുള്ള മറുപടി ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്നും വേണം. അതുമാത്രമല്ല, ബോബി ചെമ്മണ്ണൂർ നടത്തിയ നാടകീയ രംഗങ്ങൾ ഇതൊക്കെ തന്നെ ജുഡീഷ്യറിയെയും ഹൈക്കോടതിയും അപമാനിക്കുന്ന തരത്തിലാണ്, നാടകം കളിക്കുന്നത് കോടതിയോട് വേണ്ട എന്നുള്ള ഒരു പരാമർശവും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതുമാത്രമല്ല, ആദ്യഘട്ടത്തിൽ ഹൈക്കോടതി പറഞ്ഞത്
ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജാമ്യം റദ്ദാക്കാനായിട്ടുള്ള ഒരു നോട്ടീസ് താൻ നൽകുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി സിംഗിൾ ബെഞ്ച് അന്നേരം നൽകിയിരുന്നു. അതായത് ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം പൂർത്തീകരിക്കാനും അതോടൊപ്പം തന്നെ 2 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കാനുമുള്ള ഒരു നിർദ്ദേശം തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളതായിരുന്നു സിംഗിൾ ബെഞ്ച് സ്വീകരിച്ച നിലപാട്. പക്ഷേ അതിൽ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലേക്കും കടക്കുകയും ചെയ്തു. അതായത് ബോബി ചെമ്മണ്ണൂർ നടത്തിയ സംഭവങ്ങളിൽ ഒരു ജസ്റ്റിഫിക്കേഷനോ അല്ലെങ്കിൽ ന്യായീകരണം ഒന്നും നടത്തുന്നില്ല. പക്ഷേ ആ കാര്യങ്ങളിൽ സിൻസിയർ ആയിട്ട് ഒരു അപ്പോളജി മുന്നോട്ട് വെക്കുന്നു. അതായത് ആത്മാർത്ഥമായിട്ട് ഒരു മാപ്പപേക്ഷ താൻ മുന്നോട്ട് വെക്കുകയാണ് എന്നായിരുന്നു 10:15 ഈ വിഷയം പരിഗണിച്ച സമയത്ത് ഹൈക്കോടതിയിൽ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഹൈക്കോടതി സ്വീകരിച്ചത് 12 മണിക്ക്, അതായത് ഈ വിഷയം വീണ്ടും 12 മണിക്ക് പരിശോധിക്കും. ആ സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം കോടതിയെ അപമാനിക്കുന്നതാണ് ബോബി ചെമ്മണ്ണൂരിന്റെ നടപടി എന്നാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ ഉണ്ടായത്. എങ്കിലും ബോബി ചെമ്മണ്ണൂരിന്റെ നിരുപാധിക മാപ്പപേക്ഷ ഹൈക്കോടതി സ്വീകരിച്ചു. തുടർ നടപടികൾ അവസാനിപ്പിക്കുകയും ചെയ്തു.